പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇവനെ അവള് വിളിക്കുക വിത്തൗട്ട് ഡയലോഗ് അല്ലേ? അത് തന്നെ. പാട്ട് പാടും, സ്കിറ്റ് എഴുതും. പാട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്റെ അമ്മ പറയുന്നത് നീ ബാത്റൂം പോലും പാടുന്നതാണ്. ലാസ്റ്റത്തെ ഷൂട്ടില് ബിജുട്ടനോട് സ്ഥിരമായിട്ടിടുന്ന ചിരിയാണ്. ആ ചിരി ഒരു 10 ടേക്ക് എടുത്തിട്ടും വന്നിട്ടില്ല. അല്ല ഇത് ഞാനായി ഇവർ പഠിപ്പിച്ചു. കിടിലൻ ടീമാണ് കണ്ണൂർ കഫേ. അപ്പോൾ 1977 എനിക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, കോഴിക്കോട് ബേസ് ചെയ്തിട്ട് കേസുണ്ടാച്ച് ഞാനൊക്കെ കൂടെ ഉള്ളത്. ആ കാലഘട്ടത്തിൽ 77 മുതൽ അതിന്റെ പക്ക നോട്ടീസ് എൻ്റെ എടുക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. അടിച്ചു വെച്ചത് ഏടിയും കൊടുത്തിട്ടില്ല. ആര് എന്ത് പറഞ്ഞാലും അത് നമ്മൾ നല്ലതാണെങ്കിൽ അത് അംഗീകരിക്കും. അത് അഭിപ്രായം ആർക്കും പറയാ, നല്ലതാണൊക്കൊള്ളൂ അല്ലേ കള്ളൂ. മിക്കവാറും ഞാൻ പറയുന്നതാണ് ഏറ്റെടുക്കല്. ജൂട്ടെല്ലാം പറയുമ്പോ എന്തെങ്കിലും വീട്ടിൽ പറഞ്ഞാൽ പക്ഷെ അവസാനം അതായിരിക്കും എടുക്കുക. വിചാരം എടുക്കൂല നമ്മള്. എല്ലാ വർഷവും നമ്മള് ബോംബെ പ്രോഗ്രാമിന് പോകാറുണ്ട്. നാട്ടിലൊരു സ്ഥലത്ത് കളിച്ചില്ല, കാരണം നമ്മൾ അറിയുമല്ലോ. ഞാൻ നടത്തുന്ന സമയം 1977 ജനിച്ചിട്ട് അമ്മാന്റെ ഇരട്ടി വയസ്സിന്റെ ചേച്ചിയാണെന്ന് അർത്ഥം. പക്ഷെ ആ ഇരട്ടി വയസ്സുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും ഈ കളി കളിക്കുന്നുണ്ട്. നമ്മളെ മുടിയൊന്നും അങ്ങനെ പോയിട്ടില്ല. ഇത് നോക്കിയിട്ട് ഒന്നുമില്ല. അത് ആ കാണുന്ന ആൾക്കാരെ പറയാനുണ്ട് ഇവരുടെ തലയിലൊന്നുമില്ലല്ലോ എന്ന്. അതേമാതിരി തന്നെ ഒരു വസ്തുവില്ല. ഞാൻ ജഡ്ജ്മെന്റിന് പോയപ്പോൾ ആ പേപ്പറിലുണ്ടായി ഇന്ന് ഇതൊക്കെ വാച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഇതിനെന്ന് വെച്ചാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ നമുക്ക് നമ്മളെ പിൻഭാഗം എപ്പോഴും കവർ ചെയ്യണം. ഈ ജഡ്ജ്മെന്റിന് പോയാൽ എവിടുന്ന് അടിവരുമെന്ന് അറിയില്ല. ഇത് ഒന്നും കഴിഞ്ഞിട്ടായിരിക്കും, അതല്ല കഴിയുന്നതിന് മുമ്പേ ആയിരിക്കും. അതുകൊണ്ടാണ് പിൻഭാഗം എപ്പോഴും ബി കെയർഫുൾ.